ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഷാഫി പറമ്പലിൽ അടക്കമുള്ളവരോട് ചോദിക്കുകയാണ്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. യോഗദണ്ഡ്, ഏകരുദ്രാക്ഷമാല, പിന്നെ ഇനി അയ്യപ്പൻ സ്വർണം പൂശിയതാണെന്ന് പറയണം. ആ സ്വർണം ഒരച്ചൊരച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയോ? അങ്ങനെ എന്തെല്ലാം ചോദ്യങ്ങളാണ്. 39 ദിവസമാണ് അയ്യപ്പന്റെ വാതിൽ തുറന്നു കിടന്നതെന്ന് പറയുന്നു. ഈ 39 ദിവസം കൊണ്ടുപോയ വാതിൽ തിരിച്ചു കൊണ്ടുവന്നത് സ്വർണമാണോ, വെള്ളിയാണോ, അതോ പിത്തളയാണോ? ഈ വിഗ്രഹപ്പാളി എന്താണ്? ഇതൊക്കെയല്ലേ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസ സമൂഹത്തെ, അല്ലെങ്കിൽ അയ്യപ്പനെ എന്ത് വേണോ, ശബരിമലയിലെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. 4 വോട്ട് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ നിന്നിട്ട് കുറെ ബാനർ ഉയർത്തി കാണിക്കും, കുറെ വായി നോക്കികളെന്ന് സ്വന്തം പാർട്ടിക്കകത്തുള്ളവരെ തന്നെ വിളിക്കും. വായി നോക്കിയെന്ന് വിളിച്ചത് തെറ്റ് പറയാൻ പറ്റിയില്ല, കാരണം ഇവന്മാർ കാണിക്കുന്നത് അത്രമാത്രം വൃത്തികെട്ട തോന്നിവാസങ്ങളാണ്. ഈ സമയത്ത് സമൂഹത്തിന്റെ ശ്രദ്ധ നമ്മൾ തിരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം മാധ്യമങ്ങളുടെ പോലും ശ്രദ്ധ തിരിക്കാതിരിക്കുക. ഇന്നിനിപ്പോ മൊത്തം ഇതായിരിക്കും, ഷാഫി കിടക്കുന്നുണ്ടോ, ഷാഫിയുടെ മൂക്കിടിച്ച് പരിവാക്കിയെന്നാണ് ഷാഫി പറയുന്നത്. വേണമെങ്കിൽ സ്വന്തം പാർട്ടിക്കാരെ കൊണ്ട് തന്നെ ഇടിപ്പിച്ചിട്ട് അത് പോലീസിന്റെ തലയിൽ വെക്കാനും മടിയില്ലാത്തവരാണ് പല നേതാക്കളും. ഞാൻ ഷാഫി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇനി അതിന്റെ പേരിൽ പിന്നെ എന്താ പറയുക, ആന്തം കൊങ്ങികൾ അതും പൊക്കി പിടിച്ചോണ്ട് വരണ്ട, ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച്, അവരുടെ പാർട്ടി കട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അവർക്കിത് പ്രശ്നം ഉണ്ടാക്കിയാലൊന്നും അവരെ സംബന്ധിച്ച് വലിയ കാര്യമുള്ള കാര്യമല്ല ഇത്. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അടി ഉണ്ടാക്കാം, പ്രശ്നം ഉണ്ടാക്കാം. ഇനി പിന്നെ ചെടിച്ചട്ടി എറിഞ്ഞ് പൊട്ടിച്ചിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറയാം. അങ്ങനെ അവർക്ക് എന്ത് വേണമെങ്കിലും ആകാം. അതൊന്നും ഇവിടെ ഒരു വിഷയമേ ഉള്ള കാര്യമല്ല. പക്ഷേ അതിനപ്പുറം ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു സമയത്ത് മൂക്കിൽ ചോര ഒലിപ്പിച്ച് ഷാഫി പറയുകയാണ്, എന്നെ തൊട്ടവന്മാരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല, എൻ്റെ പിള്ളേരെ തൊട്ടവന്മാരെയൊന്നും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലിൻ്റെ ഡയലോഗൊക്കെ അടിച്ച് ഷാഫി ഇങ്ങനെ നെഞ്ച് വിരിച്ച് വന്നു നിന്നാൽ കേരള ജനത പുച്ഛിച്ച് തള്ളേ ഉള്ളൂ. കാരണം ഒരു ലോക്സഭ MP ആണ്. ആ MP ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? പിന്നെ ഈ അയ്യപ്പന്റെ വിഗ്രഹം കട്ടവരെ, അല്ലെങ്കിൽ ശബരിമല കട്ട് മുടിച്ചവർക്കെതിരെ ഒരു പ്രതിഷേധം നടത്തിയാൽ ഇത്തരത്തിൽ പരിക്കേറ്റതാണെങ്കിൽ ഓക്കെ, അത് സമ്മതിക്കാം നമുക്ക്. അത് ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ സംഭവിച്ചതാണെന്ന്. ഇത് മനഃപൂർവ്വം ശബരിമല വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ കോൺഗ്രസിന് പങ്കുണ്ടോ എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല.